ബസ്സാണെന്ന് കരുതി നമുക്ക് തോന്നിയ പോലെ ചെയ്യുക. KSRTC ആണ് ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യുന്നൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ സ്വന്തം വീട്ടിൽ വേണമെങ്കിൽ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ ചെയ്യേ. ഇനിയിപ്പോൾ അഥവാ അവിടുന്ന് സ്വന്തം വീട്ടിൽ നിന്ന് വാഷ്റൂമിൽ പോകാൻ തോന്നുമ്പോൾ ചിലപ്പോൾ ബാത്റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ദേഷ്യം വരുമ്പോൾ വെള്ളം എടുത്ത് പൊട്ടിക്കൊക്കെ ചെയ്തോളൂ. പക്ഷേ പൊതുവായിട്ടുള്ള പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് പബ്ലിക് പ്രോപ്പർട്ടി. ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു വൈറലായ വീഡിയോ കുറിച്ചിട്ട് പറയുകയാണേ. അതായത് ന്യൂസിലൊക്കെ വന്നു, അതുകൊണ്ട് ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. KSRTC ബസ്സിൽ ഒരു സ്ത്രീ അവർക്കുണ്ടായ അനുഭവം എന്ന് പറയണേക്കാൾ കൂടുതൽ അവർ കാണിച്ച കാര്യങ്ങൾ കണ്ടിട്ട് ആ ബസ് ജീവനക്കാർക്കും ബസ്സിലെ യാത്രക്കാർക്കും ഉണ്ടായ അനുഭവം എന്ന് പറയണമായിരിക്കും ശരി. ഇത് കണ്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ നേരിട്ട് പറയാം. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കുറേ ഇംഗ്ലീഷ് സംസാരിക്കുക, അല്ലെങ്കിൽ കുറേ ബ്രാൻഡഡ് സാധനങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ ഭയങ്കര ഷോ ഓഫ് കാണിക്കുക. ഇതൊന്നുമല്ല, പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പഠിക്കണം. നമ്മളെ മക്കളെ ഇനി പഠിപ്പിക്കണം എങ്ങനെ പൊതുസമൂഹത്തിൽ പെരുമാറാം. എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് വേണ്ടത് അതാണ്, എങ്ങനെ ബിഹേവ് ചെയ്യാം എന്നുള്ളത്. ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുക, പൊതുസമൂഹത്തിൽ ഇങ്ങനെയാണോ പെരുമാറുക അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു കേട്ടോ, ഇവരൊരു ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ക്യാരക്ടറോ അല്ലെങ്കിൽ മാനസികമായിട്ട് വേറെ പ്രശ്നമൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു ഇതൊക്കെ ഉണ്ടാവില്ലേ, എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ മനസ്സിനൊക്കെ, അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടാണോ ഇവർ കാണിക്കണതെന്ന്, ഇവർക്ക് ഇങ്ങനെയാണോ ഇവരെ പെരുമാറ്റം, ഇവരിങ്ങനത്തെ ചിലരുണ്ടാവുമല്ലോ ആ ഒരു ടൈപ്പ് ആൾക്കാർ, അങ്ങനെയാണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അല്ല, കാരണം ഇവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് പറയാം അതിൽ എത്ര നന്നായിട്ട് അറിയോ സംസാരിക്കുന്നത്. ആദ്യം തന്നെ എന്തായാലും ഒരു കാര്യം പറയാം, അടുത്ത് ഞാൻ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഓൾറെഡി മാപ്പ് പറഞ്ഞതാണ്. ഇതിനുള്ളൊരു ഫൈനും നമ്മൾ കെട്ടിവെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യുകയല്ല. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അപ്പം ഇത് ഫസ്റ്റ് ഒരു കാര്യം പറയട്ടെ, അവർ തെറ്റ് സമ്മതിച്ചു, അതൊരു വലിയ കാര്യം കേട്ടോ. തെറ്റ് സമ്മതിച്ചു, അവരതിന് പിഴയും കൊടുത്തു, അതൊക്കെ വലിയ കാര്യം, അതും എടുത്ത് പറയേണ്ട കാര്യമാണ്. അവർ നല്ല രീതിയിലാണ് എക്സ്പ്ലനേഷൻ കൊടുത്തത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആ സമയത്തുള്ള പാനിക് ഏത് സമയമാണ്? അവർക്ക് ഏർജൻറ്റായിട്ട് ടോയ്ലറ്റ് പോകാൻ തോന്നി, അതാണ് അവർ പറഞ്ഞു വരുന്നത്. അവർക്ക് പെട്ടെന്ന് ഏർജൻറ്റായിട്ട് ടോയ്ലറ്റ് പോകാൻ തോന്നി. നമ്മളാണെങ്കിൽ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ടോയ്ലറ്റ് പോകാൻ തോന്നി, അർജൻറ്റാണ്, എനിക്ക് ഇപ്പോൾ പോകണം എന്നുള്ള അവസ്ഥയൊക്കെ വരും കേട്ടോ, എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഞാനാണെങ്കിൽ ചെയ്യുന്ന കാര്യം പറയട്ടെ, ഞാൻ ആ കണ്ടക്ടറോടും ഡ്രൈവറോടും ക്ലീനറോടും ആരോടാണെങ്കിലും അവരോട് ഞാൻ കരഞ്ഞു പറയും, അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടെങ്കിലും പറയും, ചേട്ടാ എനിക്ക് ഇവിടെ നിർത്തണം, എനിക്ക് അർജൻറ്റാണ്, എന്നെ ഇവിടെ നിർത്തൂ കേട്ടോ, എനിക്ക് ഇറങ്ങണം, അങ്ങനെ പറയും ഇല്ലേ. അല്ലാണ്ട് നമ്മൾ ദേഷ്യപ്പെടുമോ? എനിക്ക് ദേഷ്യപ്പെടാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഞാൻ കരഞ്ഞ് കണ്ണിന്ന് വെള്ളം വന്നാലും ഒരിക്കലും ദേഷ്യപ്പെടില്ല. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അങ്ങനെ ഒരു എർജൻസി വന്നാൽ, വയറുവേദനയോ അല്ലെങ്കിൽ വേറെ നമ്മൾ ഇപ്പോൾ ഇവർ ഉദ്ദേശിച്ച ഈ ടോയ്ലറ്റ് ആവശ്യങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ സ്ത്രീകൾക്ക്, അതിൽ ഏത് വന്നാലും നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സങ്കടപ്പെട്ട് പറയും. അപ്പോൾ ഇത് ആ ഒരു വീഡിയോ എടുക്കുക, വൈറലാക്കി ഒന്നും ചെയ്യില്ല. ഇത് മനസ്സിലാക്കിയിട്ട് നിർത്തിത്തരാൻ പറ്റുന്ന ആൾക്കാരെന്നെ എനിക്ക് ഉണ്ടാവുള്ളൂ. അത്രയ്ക്കും ക്രൂരന്മാരൊന്നും ഉണ്ടാവില്ല. അത്രയ്ക്കൊക്കെ ക്രൂരത ഉള്ള മനസ്സുള്ള ആൾക്കാരുണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. ഇവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ എവിടെയോ സത്യമാണെന്ന് അറിയില്ല, അവർക്ക് അവിടെ എവിടെയോ ഇറങ്ങണം എന്ന് തോന്നി. അപ്പോൾ ഇവർ പറഞ്ഞു, അപ്പോൾ ഇവർ തിരിച്ച് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, നിർത്താൻ പറ്റില്ല എന്ന് ഡ്രൈവർ ചിലപ്പോൾ സീരിയസ് ആയി പറഞ്ഞിട്ടുണ്ടാവും. അത് അവർക്ക് അവരുടേതായ റൂളുകളുണ്ട്. KSRTC ബസ്സിനും ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റേതായ റൂളുണ്ട്. ഏത് സ്ഥാപനത്തിൽ പോയാലും അവരുടെ റൂൾ അനുസരിച്ചിട്ട് തന്നെ നമ്മളോട് എല്ലാവരും ബിഹേവ് ചെയ്യാറുള്ളൂ. അത് ബസ്സിനും ബാധകമാണ്. അപ്പം ബസ്സുകാർ പറഞ്ഞിട്ടുണ്ടാവും അത് നിർത്താൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ ഈഗോ വർക്ക് ചെയ്തു. ഞാൻ ചിന്തിച്ചത് അതാട്ടോ. അല്ലാണ്ട് ഇപ്പം ഇത്രയും ഏർജൻറ്റ് ഒരു കാര്യം ഉണ്ടെങ്കിൽ അവർ അവിടുന്ന് ഒച്ചയും വിളി ബഹളമൊക്കെ ഇട്ട് ചുറ്റിക കണ്ടുപിടിച്ച് അത് അടിച്ച് പൊട്ടിക്കാനൊന്നും ഇങ്ങനെ ഒരു ഏർജൻറ്റ് ടൈമിലൊന്നും ആർക്കും തോന്നില്ല. ഇല്ലല്ലോ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്ക് തോന്നില്ല. കാരണം നമ്മളാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, ഒരാളും അറിയൂല. ഇതിപ്പോൾ ആരും അറിയാതെ ആ ബസ്സുകാരനെ എവിടെയെങ്കിലും നിർത്തി കൊടുത്തിട്ട് ഇറങ്ങി പോകേണ്ട കാര്യമുള്ളൂ.
അതിനാണ് ഇത്രയും പ്രശ്നമാക്കിയത്. ഇവർ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഓൾറെഡി ഈ KSRTC ബസ്സിനെതിരെ ഫുൾ പ്രോബ്ലംസാണ്, പ്രശ്നങ്ങൾ പറയാറുണ്ട്, നാട്ടിലൊക്കെ എല്ലാവരും അങ്ങനെയാണല്ലോ, ഉണ്ടേനും കുറേ കാര്യങ്ങൾ ഉണ്ടേനും. അപ്പോൾ ഇത് ഇവർ ഇങ്ങനെ ഒരു കാര്യം ഇവരുണ്ടാക്കി തീർത്താൽ ഇവരൊരു ആങ്കറൊക്കെയാണ് തോന്നുന്നത്, കുറച്ച് ബോൾഡായ ലേഡി ആയിരിക്കും ചിലപ്പോൾ ഇവർ അല്ലെങ്കിൽ ഇവർ വൈറലാവും, ഇവരങ്ങനെയാവും എന്ന് വിചാരിച്ചുവോ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടോ. കാരണം നന്നായി സംസാരിക്കാൻ അറിയാം ഈ സ്ത്രീ നന്നായി സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ വൈറലാവും എന്ന് വിചാരിച്ചുവോ? അത് നേരെ ഉൾട്ടായിപ്പോയി. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണെന്നറിയോ, നമ്മുടെ ഈ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണ് ശരി നോക്കിയിട്ടേ പ്രതികരിക്കൂ. അതുവരെ ഞങ്ങൾ KSRTCനെ കുറ്റം പറഞ്ഞു, അതുവരെ ഞാൻ ഇവരെ പറഞ്ഞു എന്നൊന്നും അപ്പം നോക്കില്ല, എന്താണോ ന്യായം നോക്കി പ്രതികരിക്കുന്നവരാണ് മലയാളീസ്. അത് എല്ലാവരും ഒന്നടങ്കം ഒരുപോലെയാണ് പറഞ്ഞത് കേട്ടോ. അതായത് ഇവരുടെ ഭാഗത്ത് ആണ് മിസ്റ്റേക്ക്, ഇത്രയൊന്നും ചെയ്യാൻ പാടില്ല, ബസ്സിൻ്റെ ഇതായ റൂൾ ഉണ്ട് എന്ന്. ഞാനിത് ഫേസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഫേസ് ചെയ്യുന്നത്. ഇതുപോലൊരു അവസ്ഥ വേറൊരാൾക്ക് വരരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒരാൾ തെറ്റ് ചെയ്തിട്ട് അത് ഏറ്റു പറയാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം എൻ്റെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ്ലി അപ്പോളജി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുമാണ്. അതായത് ഞാൻ മാപ്പ് പറഞ്ഞ് അവരുടെ അടുത്ത് ആ ലെറ്റർ ഞാൻ ഒഫീഷ്യലി ആയിട്ടും അൺഒഫീഷ്യലി ആയിട്ടും എഴുതി കൊടുത്തതാണ്. അപ്പം എഴുതി കൊടുത്തതിൻ്റെ ശേഷം എൻ്റെ കയ്യിൽ നിന്നുള്ള എല്ലാ എവിഡൻസും അവർ തന്നെ നമ്മളെടുത്തു നിന്ന് അത് ഒഴിവാക്കിയതുമാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഇതുപോലൊരു സൈബർ ബുള്ളിങ് അറ്റാക്കിൻ്റെ ആവശ്യം വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ആരെങ്കിലും ഒരു അപകടത്തിൽ പെടുന്ന സമയത്ത് അവരുടെ അടുത്ത് ഇങ്ങനെയാണോ എല്ലാവരും ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും എനിക്കറിയാം. അത് തെറ്റി. കാരണം ഇതെങ്ങനെയല്ലേ ട്രീറ്റ് ചെയ്യൂ, കാരണം അങ്ങനെയാണ് നിങ്ങൾ പെരുമാറിയത്. കാരണം നിങ്ങളാണ് അവർക്ക് ആ ബസ്സിലുള്ള അത്രയും യാത്രക്കാർക്ക് ട്രബിൾ ഉണ്ടാക്കിയത് നിങ്ങളാണ്. അവരിൽ പലരും ഏർജൻ്റായിട്ട് എവിടെയെങ്കിലും പോകാനിരിക്കുകയായിരിക്കും, എവിടേക്കൊക്കെ പോകേണ്ട ആവശ്യങ്ങളുണ്ടാവും, അവർക്ക് ചിലർ ജോലി സ്ഥലത്തേക്ക് പോകുന്നുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും, ഇവിടെ എത്തിയിട്ട് വേണം ഇന്ന സംഭവം ചെയ്യാന്നുള്ളവരുണ്ടാവും, എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പം നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് പറ്റിയത്. ഇതിന് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറൂ, ഇതെങ്കിലും കിട്ടണം, എന്നാലേ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ആൾക്കാരുടെ ആരുടെയും നെഞ്ഞത്തേക്ക് അങ്ങനെ കയറി ചെന്ന് സംസാരിക്കാനോ പെരുമാറാനോ പൊതുമുതൽ നശിപ്പിക്കാനോ പാടില്ല. അത് തെറ്റാട്ടോ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം തെറ്റാ. അതെ, അതായത് പ്രശ്നം ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞ സംഭവം ഇപ്പം ഇന്നലെയാണ് ഇത് വൈറലായിട്ടുള്ളത്. അതൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു ഇതിലാണ് ഇത് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് എനിക്ക് ആൾക്കാർ ഇത് അയച്ചു തരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട്. ഫസ്റ്റ് കണ്ട ഒരു വീഡിയോയിൽ ഇത് ബ്ലറായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഫേസ് ബ്ലറാക്കിയിട്ടാണ് ഇട്ടത്. അപ്പം പലർക്കും ഞാനാണോ എന്ന് ഡൗട്ടാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം വന്നിട്ടുള്ള എല്ലാ പേജിലും ഫേസ് റിവീൽ ചെയ്തിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൺസെൻറ്റ് ഇല്ലാണ്ട് ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് അവരെന്നെ പറയേണ്ടതാണ്. ഇത് ഇങ്ങനൊരു നടന്നതിൻ്റെ ശേഷം സൈബർ അറ്റാക്കിങ്, സൈബർ ക്രൈം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിപ്പം എന്തിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിലും വലിയൊരു ക്രൈം തന്നെയാണ്. അപ്പം ഞാൻ ചെയ്തതിനെ ജസ്റ്റിഫൈ ചെയ്യല്ല, പക്ഷേ ഇതിൻ്റെ മേളിൽ ഇത്രയും ആൾക്കാർ എന്നെ ബുള്ളി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് അറിയില്ല. എൻ്റെ അക്കൗണ്ട് ഇപ്പം ഓൾമോസ്റ്റ് ഒരു 20 വട്ടം എങ്ങാനും ഇത് ഞാൻ പാസ്വേഡ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആൾക്കാർ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് എന്താണ് അതെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്. അപ്പോൾ ഇതിന് ഇത്രയും ആൾക്കാർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. ഈ മുംതാസ് ബസ്സിൽ പോകുമ്പോൾ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടാണല്ലോ പോകുന്നത്, ലുക്കൊന്നും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടും കുറേ കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു. ലുക്കിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ഒരു ആങ്കറാണ്. അപ്പോൾ ഞാൻ അന്നൊരു വർക്കിന് വേണ്ടിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വർക്കിന് പോകുന്ന സമയത്ത് അതർ നോയ്സ് കേൾക്കാതിരിക്കാൻ ഞാൻ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ഒരു സാധനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ക്യാരക്ടർ അല്ല, സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഡെയിലി കാണുന്നതാണല്ലോ. ആരെങ്കിലും ഒരാളെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ എങ്ങനെയായാലും അവരുടെ മേലെ അറ്റാക്ക് ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം കാണുന്നതാണ്. അപ്പം എനിക്കിതൊരു പുതിയ കാര്യമാണെന്നുണ്ടെങ്കിലും ക്രിയേറ്റേഴ്സിന് ആർക്കും ഇതൊരു പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനിത് ഫേസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഫേസ് ചെയ്യുന്നത്. ഇതുപോലൊരവസ്ഥ വേറൊരാൾക്ക് വരരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒരാൾ തെറ്റ് ചെയ്തിട്ട് അത് ഏറ്റു പറയാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ശരിയാണ്, തെറ്റ് ചെയ്തിട്ട് ഏറ്റു പറയാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതേപോലെ തന്നെ ഇതുപോലൊരു അവസ്ഥ വേറൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഇങ്ങനെ പറയണത്. കാരണം ഇങ്ങനെയല്ല പെരുമാറുക, ഇത് ശരിയല്ല.
ആ പെരുമാറിയത് കൊണ്ട് തന്നെ ഇപ്പോഴും ഈ കുട്ടി ഇങ്ങനെ ന്യായീകരിച്ച് പറയുന്നുണ്ടല്ലോ ഇതിനിങ്ങനെയൊക്കെ വൈറലാക്കണോ, അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് പേരുടെ കുറേ കാര്യങ്ങൾ, ആ ബസ്സിൻ്റെ ഒരു ദിവസത്തെ യാത്ര, പല കാര്യങ്ങളും മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ വൈറലായി എന്ന് വരും. കാരണം അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും, ഇപ്പം ഞാൻ വരെ ഇനി പുറത്തിറങ്ങിയിട്ട് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഓർക്കണം. കാരണം ഇങ്ങനെയാണ് സമൂഹം, അത് നമ്മളിത് കണ്ടറിഞ്ഞിട്ട് തന്നെ ജീവിക്കണം. ഇപ്പോൾ എന്തായാലും തെറ്റ് ഏറ്റു പറഞ്ഞത് നല്ല കാര്യം, അതിന് പിഴയും കൊടുത്തു, അത് നല്ല കാര്യം. അതുകൊണ്ട് ഇപ്പോൾ അത് അതിനെല്ലാവരും ക്ഷമിച്ചിട്ടും ഉണ്ടാവും, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ തെറ്റാണ്, അതുകൊണ്ടാണ് വൈറലായതും ആൾക്കാർ ഇങ്ങനെയൊക്കെ കമൻറ്റ് എഴുതുന്നതും, അത് എന്താ പറയുക, കുറേ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് അതെടുത്ത് ചെയ്യണതും ഒക്കെ. കാരണം നെക്സ്റ്റ് ടൈമിന് ഇനി വേറൊരാൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യരുത്. ബസ്സാണെന്ന് കരുതി നമുക്ക് തോന്നിയ പോലെ ചെയ്യുക, KSRTC ആണ് ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യുന്നൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ സ്വന്തം വീട്ടിൽ വേണമെങ്കിൽ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ ചെയ്യേ. ഇനിയിപ്പോൾ അഥവാ അവിടുന്ന് സ്വന്തം വീട്ടിൽ നിന്ന് വാഷ്റൂമിൽ പോകാൻ തോന്നുമ്പോൾ ചിലപ്പോൾ ബാത്റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ദേഷ്യം വരുമ്പോൾ വെള്ളം എടുത്ത് പൊട്ടിക്കൊക്കെ ചെയ്തോളൂ. പക്ഷേ പൊതുവായിട്ടുള്ള പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് പബ്ലിക് പ്രോപ്പർട്ടിയുടെ മുകളിലോ പൊതുസമൂഹത്തിൽ വേറെയുള്ള ആൾക്കാരുടെ മേലോ ഒന്നും ഇത് പാടില്ല. അത് ചെയ്യാതിരിക്കാനും ഇനിയുള്ള തലമുറ അത് കണ്ടുപിടിക്കാതിരിക്കാനാണ് പലരും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്.